ഹായ് മക്കളെ, വെൽക്കം ടു സൈലന്റ് നീറ്റ് ഇൻഫോ സീരീസ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? കേരള അലോട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ഈ അലോട്ട്മെന്റിൽ നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള MCC അലോട്ട്മെന്റ്, അതായത് ഓൾ ഇന്ത്യ കോട്ട, എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ്. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ നമ്മൾ മുൻകൂറായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ള കാര്യത്തിൽ പറയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഔട്ട്പുട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ജൂലൈ 4-ാം തീയതിയാണ് നീറ്റിൻ്റെ റിസൾട്ട് വന്നത്. ജൂലൈ 4-ന് റിസൾട്ട് വന്ന് ഓഗസ്റ്റ് 14-നാണ് നമ്മുടെ MCC അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ mcc.nic.in സൈറ്റ് അഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. mcc.nic.in എന്നുള്ള സൈറ്റിലാണ് ഈ അലോട്ട്മെൻറ്റ് തുടങ്ങിയത്. അപ്പോൾ അത് വിവിധ സ്റ്റെപ്പുകളായിട്ട് ഒരുപാട് കാലം നീണ്ടു നിന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നീറ്റിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് റിസൾട്ട് വന്നിട്ട് ഒരു 1 മന്ത് ആ ഒരു പീരീഡിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിലിംഗ് തുടങ്ങിയത്. ഈ പ്രാവശ്യത്തെ കൃത്യമായിട്ട് നമുക്കറിയില്ല. എന്തായാലും ഈ വർഷത്തെ MCC കൗൺസിലിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ്, സ്റ്റെപ്സ് ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സീറ്റ് മാട്രിക്സ് വരും. അപ്പോൾ സീറ്റ് മാട്രിക്സ് എന്ന് പറയുന്ന സമയത്ത് ഓൾ ഇന്ത്യ ക്വാട്ടയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കുന്ന സീറ്റ് മാട്രിക്സ് ആണ്. സീറ്റ് മാട്രിക്സ് എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ക്വാട്ടയിൽ എത്ര സീറ്റുകളാണ് ഓരോ സംസ്ഥാനത്തും അവൈലബിൾ ആവുന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾ ഏതൊക്കെ സംസ്ഥാനത്ത് പോകും? അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കണം. അപ്പോഴാണ് ആലോചിക്കുന്നത് ഞാൻ ഏതൊക്കെ സംസ്ഥാനത്ത് പോകും. അതിനെക്കുറിച്ച് നേരത്തെ ധാരണ ഉണ്ടാക്കണമെന്നേ. കാരണം പല സംസ്ഥാനത്തെയും ക്ലൈമറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീം ക്ലൈമറ്റാണ്. നന്നായിട്ട് തണുപ്പുള്ള സ്ഥലങ്ങൾ, ചൂടുള്ള സ്ഥലങ്ങൾ. പിന്നെ നിങ്ങളുടെ പാരൻസിനൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവും. ചില സംസ്ഥാനങ്ങളുടെ പേര് കേൾക്കുമ്പോഴത്തന്നെ അയ്യോ എങ്ങനെയാണ് അവിടെ പോവുക? കാരണം പലതരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കണം. ഓൾ ഇന്ത്യ ലെവൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന സമയത്ത് കേരളം എന്നുള്ള കൊച്ചു സംസ്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കൗൺസിലിംഗ് അല്ല. കന്യാകുമാരി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവണം. പിന്നെ വ്യക്തമായിട്ടൊരു കാര്യം ഞാൻ പറയാം, അനാവശ്യമായിട്ട് ഓപ്ഷൻ കൊടുക്കരുത്. ഇപ്പം നിങ്ങൾ ബീഹാറിൽ, പാറ്റ്നയിലല്ല ബീഹാറിൽ പോയിട്ട് ഓപ്ഷൻ കൊടുത്തു, ബീഹാറിൽ ഓപ്ഷൻ കൊടുത്ത് ലാസ്റ്റ് കിട്ടിയിട്ട് പറയണം ഞാൻ പോകുന്നില്ല ബീഹാറിലേക്ക്. അപ്പോഴെന്താ, രണ്ട് ബുദ്ധിമുട്ടുകളാണ്. ഒന്ന്, മറ്റൊരു കുട്ടിയുടെ ചാൻസ് പോയി. പിന്നെ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ടൊരു ഓപ്ഷൻ കൊടുത്തു. അതിന് നിയമ നടപടികൾ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ അതിൻ്റെ ഈ വർഷത്തെ സർക്കുലറൊക്കെ വരുമ്പോൾ പറയാൻ വേണ്ടി പറ്റും. പക്ഷെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കണം. ഞാൻ കഴിയുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിൽ ഓരോ സംസ്ഥാനത്തെയും മികച്ച കോളേജുകളെ കുറിച്ചുള്ള ധാരണ തരാം. അത് നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നമ്മളത് റിസർച്ച് ചെയ്ത് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പരമാവധി വളരെ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ സീറ്റ് മാട്രിക്സ് വരും. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, സ്റ്റെപ്പ് 1, സീറ്റ് മാട്രിക്സ്. സീറ്റ് മാട്രിക്സ് എന്ന് വെച്ചാൽ എന്താ, ഏതൊക്കെ സംസ്ഥാനത്തിൽ എത്രയൊക്കെ സീറ്റുകൾ അവൈലബിൾ ആണ്, അതാണ് ആദ്യം അറിയേണ്ടത്. ഇപ്പോൾ കർണാടകത്തിൽ എത്ര സീറ്റുകൾ ഈ അലോട്ട്മെൻറ്റിൽ ലഭ്യമാണ്, തമിഴ്നാട്ടിൽ എത്ര സീറ്റ്സ് ലഭ്യമാണ്, തെലുങ്കാനയിൽ എത്ര ലഭ്യമാണ്, ആന്ധ്രാപ്രദേശിൽ എത്ര ലഭ്യമാണ്, മധ്യപ്രദേശിൽ എത്ര ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെ പോവാണ്. മധ്യപ്രദേശം കഴിഞ്ഞ് പോകണമെന്നേ. നമ്മുടെ ഒരു ഡ്രീം സാധിക്കാൻ വേണ്ടി ചിലപ്പോൾ അല്പദൂരം നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. ആ യാത്ര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്യാമ്പസ് ആയിരിക്കും കിട്ടുന്നത്. കേരളത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ക്യാമ്പസിനേക്കാളും വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് അവിടെ കിട്ടിയേക്കാം. ഫ്രീക്വൻസീവ് ആവേണ്ട, മുൻവിധികൾ വേണ്ട. കിട്ടുന്ന പരമാവധി ചാൻസിൽ നിങ്ങൾ ഇനി ഒരു വർഷം നിങ്ങൾ ഒരു ചാൻസിന് നിൽക്കുന്നില്ല, ഈ വർഷം തന്നെ നിങ്ങൾ MBBS വേണം, തീർച്ചയായിട്ടും മാക്സിമം ചാൻസ് എടുക്കുക എന്നുള്ള കാര്യമാണ്, എന്നൊരു ഉപദേശമാണ് ഞാൻ നൽകുന്നത്. ശരി, ഉപദേശങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് അറിയാം, ഉപദേശമില്ല, ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, അപ്പോൾ സീറ്റ് മാട്രിക്സ് വരും. സീറ്റ് മാട്രിക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ധാരണ കിട്ടും ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എത്ര സീറ്റ് ഉണ്ട്. ഇതിനാണ് നമ്മൾ ആദ്യം വെയിറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1 അതാണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ mcc.nic.in എന്നുള്ള സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഡേറ്റ് വരും. ഡേറ്റ് വരുമ്പോൾ നമ്മൾ കൃത്യമായ നോട്ടിഫിക്കേഷൻസ് തരും. അല്ലെങ്കിൽ നിങ്ങൾ പത്രത്തിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ രീതിയിൽ നമ്മുടെ ചാനലൊക്കെ നോക്കിയാൽ തീർച്ചയായിട്ടും കിട്ടും. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് MCCൻ്റെ രജിസ്ട്രേഷനാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവും. ആ ഫീസും കാര്യങ്ങളൊക്കെ എത്രയാണ് വന്നിട്ടില്ല. ആ ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് കൃത്യമായി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ. അപ്പോൾ സീറ്റ് മാട്രിക്സ് വന്നു. സീറ്റ് മാട്രിക്സ് വന്നപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി, ഇത്ര സീറ്റ് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട് ഇത്ര സീറ്റ് ഉണ്ട്, കർണാടകയിൽ ഇത്രയുണ്ട്, ആന്ധ്ര ഇത്രയുണ്ട്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, MCCൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്? എനിക്ക് ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, അലോട്ട്മെൻറ്റ് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു ഫീസ് അടച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ. ഇതിന് രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഒരു പാരൻസ് വളരെ പ്രതിഷേധത്തോടുകൂടി എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് എനിക്ക് ഒന്ന് 590 സംതിങ് മാർക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം കരുതിയത് ഈ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ തീർന്നു, അതായത് ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞ സീറ്റ് ഞങ്ങൾക്ക് അതിൻ്റെ ഇമെയിലായിട്ടോ അലോട്ട് ചെയ്യുമെന്നാണ്. വിദേശത്തുള്ളൊരു പാരൻ്റാണ് അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കൊണ്ട് കാര്യങ്ങൾ അറിയുന്നില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, 720-ൽ 720 കിട്ടിക്കഴിഞ്ഞാലും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ കൃത്യമായി പങ്കെടുക്കാതെ ഒരു കാരണവശാലും നമുക്ക് സീറ്റ് കിട്ടില്ല.
ആരും നിങ്ങൾക്ക് സീറ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് തരില്ല. നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് നോട്ട് ചെയ്തോ. MCC സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോയ്സ് ഫില്ലിംഗ് ആണ്. ചോയ്സ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ചോയ്സ് ഫില്ലിംഗ്? എല്ലാ സംസ്ഥാനത്തുള്ള കോളേജുകളിൽ ഉണ്ടാവും. അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നേരത്തെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അതിൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, നമ്മുടെ മറ്റ് പങ്കെടുക്കുന്ന മറ്റ് കോളേജുകളുണ്ടാവും, ഗവൺമെൻറ് കോളേജുകളുണ്ടാവും, അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയത്ത് നല്ല താറമായിട്ട് റിസർച്ച് ചെയ്യണം. ഈ സ്ഥലം എവിടെയാണ് കിടക്കുന്നത്? കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാനത് പറഞ്ഞാണ്, എവിടെയാണ് സ്ഥലം കിടക്കുന്നത്, അവിടെ പോകാൻ സൗകര്യമുണ്ടോ, അവിടുത്തെ ഇറങ്ങിയ ബാച്ചിൻ്റെ ഒരു ഇതെങ്ങനെയാണ്, ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു പ്രയോറിറ്റി ലിസ്റ്റ്. നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ചോയ്സാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ഒന്നും കൂടെ പറയട്ടെ, നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ചോയ്സ് ഇല്ലേ, ഇപ്പോൾ സിസ്റ്റം മനസ്സിലാക്കുന്ന എന്താ, ഈ കുട്ടിക്ക്, അപ്പോൾ ഒരു കുട്ടി എന്താണ്, അപ്പോൾ സുകേഷ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഓപ്ഷൻ കൊടുക്കുകയാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ എന്നുള്ള സ്ഥലത്ത് ഫസ്റ്റ് ചോയ്സ് കൊടുത്തു. അപ്പോൾ സിസ്റ്റം മനസ്സിലാക്കുന്നത് എന്താ, സുകേഷിന് വേണ്ടത് ഡിണ്ടിഗലാണ്. സുകേഷിന് ചിലപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടാൻ സാധ്യതയുണ്ടാകും. പക്ഷേ സുകേഷ് പറയുകയാണ് എനിക്ക് ഡിണ്ടിഗൽ മതി. അപ്പോൾ ഡിണ്ടിഗലിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ടഡ് ആയി പോകും. വളരെ ശ്രദ്ധിച്ച് ഓപ്ഷൻ കൊടുക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള ഓപ്ഷൻ അശ്രദ്ധമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. അപ്പോൾ ചോയ്സ് ഫില്ലിംഗ് ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ചോയ്സ് ഫില്ലിംഗ് തുടങ്ങുന്ന ഡേറ്റും കാര്യങ്ങളൊന്നും അനൗൺസ് ആയിട്ടില്ല. അപ്പോൾ വൈകാതെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വെബ്സൈറ്റിൽ കയറി നമ്മൾ ചോയ്സ് ഫില്ലിംഗ് ചെയ്യാം. നാലാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോയ്സ് ലോക്കിംഗ് ആണ്. ഒരു പർട്ടിക്കുലർ ഡേറ്റ് നമുക്ക് തരും. ആ ഡേറ്റിന് നമ്മുടെ ചോയ്സ് ലോക്ക് ചെയ്യണം. അത് ഈ വർഷം അതിൻ്റെ പ്രൊസീജിയറിൽ വ്യത്യാസം ഉണ്ടോ എന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ചോയ്സ് ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമ്മൾ കൊടുത്ത ചോയ്സ് നമ്മളെന്ത് ഫിക്സ് ചെയ്യാണ്. ഇനി ഈ ചോയ്സിൽ എനിക്ക് വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഈ ചോയ്സ് കംപ്ലീറ്റ് ലോക്ക് ചെയ്യണം. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ ചോയ്സ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അതിൽ റീഅറേഞ്ച്മെൻറ്റ് നടത്താൻ സാധിക്കില്ല. ഇപ്പോൾ ചോയ്സ് ലോക്കിംഗ് എന്നുള്ള സ്റ്റേജിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്. പിന്നെ സ്റ്റെപ്പ് 5ലാണ് സീറ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത്. സീറ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ വെബ് പേജ് തുറന്നു നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് യു ആർ അഡ്മിറ്റഡ് ഇൻ കോളേജ് ബിരുദനഗർ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ നിങ്ങൾ പാറ്റ്നയിൽ ആ റിസൾട്ട് കിട്ടുന്ന ഒരു സ്റ്റെപ്പിലാണ് കോളേജ് സീറ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട്. അപ്പോൾ അത് 5ാമത്തെ സ്റ്റെപ്പായിട്ട് കിട്ടും. 6ാമത്തെ ലാസ്റ്റ് സ്റ്റെപ്പിൽ കോളേജ് റിപ്പോർട്ടിംഗ് ആൻഡ് വെരിഫിക്കേഷൻ. ആ സമയത്താണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്. അപ്പോൾ വളരെ മിനിമം ഡോക്യുമെൻറ്റ്സ് മാത്രമേ നമുക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ ആവശ്യമുള്ളൂ. കോളേജിൽ റിപ്പോർട്ടിംഗ് ടൈമാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്. അതിനെ കുറച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ കോളേജ് റിപ്പോർട്ടിംഗ് ആൻഡ് വെരിഫിക്കേഷനോട് കൂട്ടിയിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ കോളേജ് റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്താണ് എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോകണം. നമ്മൾ വെരിഫിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സ്, ആപ്ലിക്കേഷനിൽ കൊടുത്ത അതേ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. വെരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 6 സ്റ്റെപ്പുകളായിട്ടാണ് MCC. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വല്ലാണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ടാന്നേ. അയ്യോ MCC അലോട്ട്മെൻറ്റ് ഒന്നുമില്ല. ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾ ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്. ആ മെഡിക്കൽ കോളേജുകളുടെ സീറ്റ് മാട്രിക്സ് ആദ്യം വരും. സീറ്റ് മാട്രിക്സ് വന്നു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് ധാരണ കിട്ടും എത്ര സീറ്റ് ഉണ്ടെന്ന്. പിന്നെ നമ്മുടെ MCC.nic.in സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. 3ാമത്തെ സ്റ്റെപ്പിൽ ചോയ്സ് ഫില്ലിംഗ് കൊടുക്കാം. 4ാമത്തെ സ്റ്റെപ്പിൽ ചോയ്സ് ലോക്ക് ചെയ്യാം. അതിനിടയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ കമൻറ്റായിട്ട് ഇട്ടോളൂ, നമുക്ക് മാക്സിമം മറുപടി തരാം. പിന്നെ 5ാമത്തെ സ്റ്റെപ്പ് സീറ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും. 6ാമത്തെ സ്റ്റെപ്പ് കോളേജ് റിപ്പോർട്ടിംഗ് വെരിഫിക്കേഷൻ. പിന്നെ കഴിയുന്നത്ര സംസ്ഥാനങ്ങൾ ഓപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ റാങ്ക് എന്ത്, ഈ കാണുന്ന നിങ്ങളുടെ ആയിരക്കണക്കിന് കുട്ടികളുടെ റാങ്ക് എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒറ്റ അഡ്വൈസ് മാത്രമേ ഉള്ളൂ മക്കളെ. ഈ വർഷം തന്നെ നിങ്ങൾക്കൊരു അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ പരമാവധി ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അവസാന നിമിഷം വരെ അതേ സൂക്ഷ്മതയോട് കൂടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും. ഇപ്പോൾ പലരും ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു 5 ലക്ഷം ആൾക്കാർ ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കണം. ഒരു കോമൺ സ്ട്രാറ്റജി ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ഞാൻ പറയാം. 5 ലക്ഷം ആൾക്കാർ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം പേരും ആദ്യത്തെ 1-2 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ ഡെസ്പറേറ്റ് ആയിട്ട് നിരാശരായിട്ട് എന്ത് ചെയ്യും, ക്വിറ്റ് ചെയ്യും. അവസാന നിമിഷം വരെ നിൽക്കില്ല. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ, ഇനി സ്ട്രൈ വേക്കൻസി റൗണ്ട് എന്ന് പറഞ്ഞ റൗണ്ടൊക്കെ ഉണ്ടാവും, ലാബ്സിൻ്റെ സീറ്റ്, അതുവരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായും ഒരു മെറിറ്റ് സീറ്റ് ഈ പ്രാവശ്യം തന്നെ കിട്ടും. അപ്പോൾ അതിനുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. പരമാവധി സംസ്ഥാനങ്ങളിലെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തി ലിസ്റ്റ് ഉണ്ടാക്കുക. അടിപൊളിയായിട്ട് ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് MCC.nic.in എന്നുള്ള സൈറ്റിൽ കയറി ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് കൂടെ കൊടുക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കമൻറ്റ് ബോക്സിലേക്ക് വരിക. തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്ന രീതിയിൽ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് കാണാം. ബൈ.